അമ്മ കുഴപ്പമില്ല ഞാൻ പൊതിക്കമ്മ. അല്ല മുടി ഞാൻ പൊതിക്കമ്മ. അമ്മ ഞാൻ പൊതിക്കാം. മുടി ഞാൻ പൊതിക്കും. അമ്മ വിട്. അമ്മ കൊച്ചിനെ അമ്മ ഞാൻ പൊതിക്കാം. ആരും പൊതിക്കണ്ട, എനിക്കറിയാം പൊതിക്കാൻ. അമ്മ തമാശ കളിക്കില്ല താമ. എനിക്കറിയാറിയില്ല പൊതിക്കാൻ. ഞാൻ പൊതിക്കാം താ. അമ്മ താമ ഞാൻ പൊതിക്കാം. മുടി ചേട്ടൻ പൊതിച്ചോളൂന്ന്. മുടി ഞാൻ അറിയാലോ പൊതിക്കാൻ. താ നിനക്കറിയില്ല പൊതിക്കാൻ? ഇല്ല പക്ഷെ മുടി ഞാൻ സൂപ്പർ ആയിട്ട് അറിയാം. ഞാൻ പൊതിക്കാതാ. പൊതി. അല്ല ഇവന് പൊതിക്കാൻ അറിയില്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ ഇവൻ പൊതിച്ച് പഠിക്കട്ടെ. നീ പൊതിച്ച് പഠിക്കടാ. അല്ലമ്മ എനിക്ക് തൊടാൻ പറ്റി എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. അതാണ്. അതിപ്പോ ഇവന്റെ അടുത്ത് ഇപ്പുണ്ടല്ലോ, ഇവൻ പഠിപ്പിച്ചു തരും. നീ പൊതിക്കരുത്, ഇവനെ കൊണ്ട് പൊതിപ്പിച്ച് പഠിപ്പിക്കണം. എന്നിട്ട് എല്ലാ തേങ്ങയും പൊതിച്ചിടും. എല്ലാ ധൈര്യമായിട്ട് പൊക്കോ. ഇത് ഞാൻ ഏറ്റെടുത്തോളാം. അറിയാത്ത ജോലി ചെയ്താലേ നന്നായി പഠിക്കാൻ പറ്റും. അറിയാലോ, കുറച്ചറിയാലോ. അപ്പൊ പൊതിക്കി, അപ്പൊ നല്ലോണം പഠിക്കാൻ പറ്റും. അമ്മ ഇത് ഞാൻ ഏറ്റെടുത്ത്. ഇത് പൊതിച്ചിട്ട് അകത്തോട്ട് കേറിയാ മതി, പൊതിക്കാണ്ട് അകത്തോട്ട് കേറണ്ട. ഓക്കേ. എടാ വിഷ്ണു, കേട്ടല്ലോ? മിസ്റ്റർ കേശു, ഈ തേങ്ങ പൊതിക്കാന്ന് പറഞ്ഞ കലയൻ നമ്മള് മനസ്സും ശരീരം ഒരുപോലെ അർപ്പിക്കണം. കണ്ണെത്തുന്നിടത്ത് മനസ്സെത്തണം. മനസ്സിൽ ഈശ്വരനെ ധ്യാനിച്ചങ്ങ് തുടങ്ങുക. ചേട്ടാ ഇടയ്ക്ക് വെച്ച് നൈസില് തരികയല്ലേ? വേദനയ്ക്കും. എടാ നന്നായിട്ട് കൊത്തറ. ഒന്നും കൂടി കൊത്ത്. ഓക്കെ ഇനി വലിക്ക്. വെരി ഗുഡ്. എന്താന്നമ്മ ഞാൻ മെഷീനല്ലേ, മനുഷ്യനാണ്. പൊതിക്കാൻ സമയം വേണം. ഒത്തിരി വരാ അമ്മ. ഇത് ഞാൻ നോക്കിക്കോളാം. അമ്മ നോക്കോ. കഴിക്കണ അങ്ങനെയല്ല, മിഷ്യൻ വെച്ച് കഴിക്കണല്ലോ കഴിക്കണേ. പോയിന്റ്. അത് ഒന്നും കൂടി പൊതിക്കടാ. ആ സൈഡ് എവിടെ എടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടി ആ ഗ്യാപ്പിൽ തന്നെ ഇട്. എന്നിട്ട് അമ്മ നന്നായിട്ടടി. പോട്ടെ. പോരാ. പോരാ. ഒന്നും കൂടി. എല്ലാ സൈഡും അതുപോലെ ആക്ക്. നമുക്ക് അകത്ത് വല്ല നാരങ്ങളും കുടിച്ചിട്ട് വരും. ഇത് സമയം എടുക്കും വരണം പൊതിക്കാൻ. പൊതിക്കടാ വസ്തു. അമ്മ പറഞ്ഞ കേട്ടില്ല, അത് മൊത്തം പൊതിക്കണം കേട്ടാ. ചേട്ടാ പെട്ടെന്നാവട്ടെ. പൊതിഞ്ഞു കഴിഞ്ഞു. ഇല്ല കഴിഞ്ഞില്ല. ഇത് ഇല്ല പൊതിഞ്ഞു കഴിഞ്ഞെന്നാ എന്നെ കളിയാക്ക്. ഞാൻ പൊതിച്ചോണ്ടിരിക്കും. മനസ്സിലായ കഷ്ടപ്പാട്.